ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മദ്ഭക്തി കൊണ്ടു ജ്ഞാനമേകാത്മദർശനവും സംഭവിച്ചിടും ഗുണത്തിങ്കൽ നിന്ന സംഗത്വം വൈരാഗ്യമൈശ്വര്യവും അണിമാദികളിവ പാരാതെ നൽകുന്നതു മദ്ഭക്തിധർമ്മമല്ലോ. ഇങ്ങനെ വർണ്ണാശ്രമാചാര ഭക്തികളെല്ലാം മംഗലൻ കൃഷ്ണനരുൾ ചെയ്തതു കേട്ട നേരം ചോദിച്ചു പിന്നെ 13-മതുദ്ധവനും വേദിപ്പാൻ യമനിയമാദിശാസനങ്ങളെ. യമമാകുന്നതെത്ര നിയമമെത്രയെന്നും ശമമെങ്ങനെ ദമമെങ്ങനെ തിദീക്ഷയും ധൃതിയങ്ങനെ ദാനം തപസ്സാകുന്നതെന്തേ. സത്യവും ശൗര്യം ശൗചം ത്യാഗമെന്തെന്നും ധനം ഇഷ്ടവും യജ്ഞമെന്തേ ദക്ഷിണയെന്തെന്നതും. ഇഷ്ടപേശ്വര പുമാന്മാർക്കുള്ള ബലമെന്തേ ലാഭമെന്തെന്നും വിദ്യയെന്തെന്നും ഹ്രീയും ശ്രീയും ശോഭിത സുഖമെന്തേ ദുഃഖമെന്തെന്നും പിന്നെ വിദ്വാനേവനെന്നതും മൂർഖനാം അവനേതു വഴിയും വഴികേടും സ്വർഗവും നരകവും ബന്ധുവും ഗുരുഗൃഹമാഢ്യനും ദരിദ്രനും ബുദ്ധിസംഗ്രഹൻ വിപരീതനും കൃപണനും ഈ വക വിവരങ്ങളരുളി ചെയ്യണമെന്നേവമുദ്ധവവാക്യം കേട്ടരുൾ ചെയ്തു നാഥൻ. കേട്ടാലും അഹിംസയും നേരതും കക്കായികയും പുഷ്ടശുദ്ധിയും അസംഗത്വവും അസംശയം ആസ്തിക്യം ബ്രഹ്മചര്യം മൗനം സ്ഥൈര്യവും ക്ഷമ നാസ്തി ഭീതിയും ശൗചം ജപവും തപം ഹോമം ശ്രദ്ധയും ആദിത്യവും എന്നുടയർച്ചനയും ശ്രദ്ധയെന്നിയേ പരാർത്ഥേഷു തീർത്ഥാടനവും പരന്മാർക്കുപകാരം ചെയ്യുകയും സന്തോഷവും പരിചിലാചാര്യനെ സേവിക്ക ഇവയെല്ലാം യമങ്ങളിതു തന്നെ നിയമമെന്നും ചൊല്ലാം. സമമീവക രണ്ടും പാർത്താൽ 12 വിധം പുരുഷർക്കെല്ലാം ഉപാസിപ്പതും മുക്തിപ്രദം ധരിക്ക ഇതു ശമം പിന്നെ മന്നിഷ്ഠായോഗം. ബുദ്ധിക്കുദമം പിന്നേതിന്ദ്രിയ സംയമനം ബുദ്ധിയിലറിഞ്ഞാലും ഇതു താനല്ലോദമം. തിദിക്ഷയാകുന്നതു ദുഃഖത്തെ സഹിക്കയും ധൃതിയാകുന്നു ജിഹ്വോപസ്ഥങ്ങൾ ജയിപ്പതും. ദണ്ഡന്യാസത്തിൽ പരം ദാനമില്ലറിഞ്ഞാലും നിർണയം കാമത്യാഗം തപസ്സാകുന്നു താനും. ശൗര്യമാവതു സ്വഭാവത്തെ താൻ ജയിപ്പതു കാര്യകാരണ സമദർശനം സത്യമല്ലോ. സൂനൃതമഹോ സത്യവാക്കു താൻ പരികീർത്യ നന്നായി ശോഭിപ്പിച്ചിടുന്നതും അതു തന്നെ. കർമ്മങ്ങളോടു നിസംഗത്വമാവതു ശൗചം നിർമായം ത്യാഗമെന്നതാകുന്നു സന്യാസവും. ധർമ്മിഷ്ഠധനമാം ദൃക്കൾക്കു ഞാൻ താൻ യജ്ഞം നിർമ്മലജ്ഞാനവാക്യം ദക്ഷിണയാകുന്നതും. പ്രാണായാമമാം ബലമീശ്വരൻ സർവമെന്നു നിർണയം ലാഭമെന്നതറിഞ്ഞിടുദ്ധവാനീ. ആത്മബോധത്തെ കൊണ്ടിട്ടെത്രയും അഭേദത്വം നിർമ്മല വിദ്യയെന്നുള്ളതറിഞ്ഞാലും. ആത്മബോധത്തെ കൊണ്ടിട്ടെത്രയും അഭേദത്വം നിർമ്മല വിദ്യയെന്നതുള്ളത്തിലറിഞ്ഞാലും. അകർമ്മസു ജുഗുപ്സാഹ്രി ശ്രീയും ഗുണങ്ങളിൽ അനപേക്ഷിതം സുഖം ദുഃഖസുഖാത്യയമാം. കാമസൗഖ്യേച്ഛ തന്നെ ദുഃഖമായി ഭവിക്കുന്നു. ബന്ധമോക്ഷങ്ങൾ രണ്ടും ജ്ഞാനത്താൽ അറിഞ്ഞുടൻ ബന്ധമില്ലെന്നു കണ്ടു വാണിടുന്നവൻ വിദ്വാൻ.
ദേഹോഹമെന്ന ബുദ്ധിയുള്ളവനല്ലോ മൂർഖനാഹന്ത വഴിമമ നിഗമപുരാണങ്ങൾ. ഉത്പഥമാകുന്നതു ചിത്തവിക്ഷേപമല്ലോ ഉത്പദം കരണാദിമാർഗമെന്നൊരു പക്ഷം. സത്വമാം ഗുണോദയം സ്വർഗവും നരകമോ സത്വമല്ലാതെ തമോ ഗുണത്തിനുദയമാം. ഉദ്ധവ, ബന്ധുഗുരുരൂപനാം ഞാൻ തന്നല്ലോ തച്ചരീരമാം ഗൃഹം മാനുക്ഷ്യം ഗുണിയാഢ്യൻ. സന്തോഷമില്ലാതവൻ ദരിദ്രൻ മഗ്നേന്ദ്രിയനന്തരമേതുമില്ല കൃപണനവനല്ലോ. ഗുണത്തിലസംഗത ബുദ്ധിമാനീശനല്ലോ ഗുണത്തിൽ സംഗി വിപര്യയനെന്നറിഞ്ഞാലും. ഉദ്ധവ, ഇനി നിന്റെ ചോദ്യത്തിൻ ക്രമം പോലെ സിദ്ധമാമുത്തരങ്ങൾ നന്നായി നിരൂപിക്ക. ബഹുവായി ഗുണദോഷ വർണ്ണലക്ഷണത്താലേ ഇഹ എന്തൊരു ഫലം ഗുണദോഷങ്ങൾ പാർത്താൽ. ഇവ തൻ ഗുണദോഷ ചിന്തനമല്ലോ ദോഷം. ദോഷവർജിതമാകും ഗുണമെന്നറിയേണം. അഹിംസാദികൾ യമനിയമമെന്നുള്ളതും മഹിമാനമാം ബുദ്ധി തന്നുടയടക്കം താൻ. ശമമാകുന്നതെന്നും ഇന്ദ്രിയാദികൾ തൻ്റെ ശമനം ചെയ്തു നിർത്തിയിടുന്നതുദമമല്ലോ. ഇത്തരമെല്ലാം അരുൾ ചെയ്തതു കേട്ടു പിന്നെ ചിത്തമോദേന 14-മതുദ്ധവനും ചോദിച്ചാൻ. ഭഗവാനെ, സർവർക്കും സർവവേദം വേദിപ്പാൻ ഒരു ദൃക്കാകുന്നതും ഭവാൻ കേൾക്ക. വിധിയും നിഷേധവും ഗുണവും ദോഷകർമ്മം സാധുത്വം വർണ്ണാശ്രമഭേദം ദ്രവ്യങ്ങൾ കാലം ദേശവും വയസ്വർഗ നരകഭേദങ്ങളും പാശബന്ധവും മോക്ഷഭേദാദി ഗുണദോഷം. ഇങ്ങനെ ഭേദമായി വിധിക്കുന്നതു വേദം. മംഗളമെന്നേ ഗുണദോഷമതൊന്നില്ലെന്നും ചൊല്ലുന്നു വേദമിതു രണ്ടും പാർക്കുമ്പോൾ വേദമല്ലാതാക്കുവാനെന്നു ഗുണദോഷങ്ങൾ ഭേദം. ഇതുകൾ രണ്ടും തിരിച്ചരുളി ചെയ്യേണമേ. മതിവിഭ്രമമിതുകൊണ്ടെനിക്കേറ്റമുണ്ടു എന്നതു കേട്ടു ജഗന്നായകൻ അരുൾ ചെയ്തു. മാനവന്മാർക്കു മറ്റൊന്നാവതില്ലായ്ക മൂലം ഉത്തമമെന്നാൽ 3 യോഗത്തെ മനുഷ്യർക്കു മുക്തി സിദ്ധിപ്പാനല്ലോ വേദാന്തസാരമായി ചൊല്ലിനേൻ. ജ്ഞാനം ഭക്തി കർമ്മവും ഇവ 3 ചൊല്ലുന്നു പുരുഷാർത്ഥ സാധനമിവയെന്നും. ഇതു 3ലും നിന്നിട്ടുള്ള ഭേദങ്ങളാലേ വിധിയും നിഷേധവും 2ആയി ചൊൽവൂ വേദം. അധികാരികൾ തൻ്റെ ഭേദങ്ങൾ ഗുണദോഷവിധിയും ഗ്രഹിച്ചിട്ടു ശാന്തസത്വരായി വന്നാൽ ഗുണദോഷത്താൽ ദോഷമില്ലെന്നു ചൊല്ലും. പിന്നെ ഗുണവാൻ ഗുണം മേന്മേലോർത്തു നിർഗുണനാകും. ഗുണത്തെ ത്യജിച്ചന്യ ഗുണത്തെ കൈക്കൊള്ളുമ്പോൾ ഗണിച്ചു വിട്ടാൽ ഗുണം ദോഷമായി തോന്നിക്കൂടും. ഗുണത്തെ തിരിഞ്ഞുമേൽ ചൊല്ലുന്നു മനോഗുണം. ഗണിച്ചു വിട്ടാൽ ഗുണം നിർഗുണമെന്നായി വരും. നിർഗുണ ഗുണാഗുണഭേദാഭേദവും വരും. നിർഗുണം ഗുണമെന്നേ ഇല്ലെന്നു ചൊല്ലും. പിന്നെ ഇങ്ങനെ വരുവാനുമെന്തതിൻ ഭേദം ചൊൽവൻ മംഗളമതു കേട്ടുകൊള്ളുക വഴി പോലെ. നിവൃത്തഗൃഹനായി വൈരാഗ്യ സംയുക്തനായി അവനു ജ്ഞാനയോഗം വിധിച്ചതറിഞ്ഞാലും നിവൃത്തിക്കിച്ഛയില്ല കാമത്താൽ കർമ്മികളായവർക്കു കർമ്മയോഗം വിധിച്ചു വേദമെടോ. ഏകദേശമായി മനഃശുദ്ധി വന്നിതു പിന്നെ ശോകവിച്ഛിന്ന വൈരാഗ്യവും വന്നീലയെന്നാൽ അവർക്കു ഭക്തിയോഗം വിധിച്ചിതതിൻ ക്രമം കേവലം ചൊല്ലാം. ജ്ഞാനത്തിങ്കലങ്ങഭേദമാം അദ്വൈതാനന്ദസിദ്ധി വിദ്യയായി വരുന്നിതു അദ്വൈതമന്യേ കർമ്മത്തിങ്കലാം ഗുണദോഷം. ഭക്തിമാർഗത്തിൽ ജ്ഞാനകർമ്മങ്ങൾക്കു വിരോധയുക്തമായി വിവേകത്തിൻ മാർഗമാം ഫലം വരും. യാതൊരു പുമാനിഹ യദൃച്ഛാജാതനായി ചേതസാ മുമ്പിലെൻ്റെ സൽക്കഥാ ശ്രദ്ധനായാൽ അവനു ഭക്തിയോഗം സിദ്ധിക്കുമതല്ലാതെ
ഏവൻ കർമ്മത്തിൽ സക്തനവനു മുക്തിയില്ല. മുമ്പിനാൽ എൻ്റെ കഥാ ശ്രദ്ധനായി എത്രത്തോളം അമ്പിനാൽ അത്രത്തോളം സ്വധർമ്മിനിഷ്ഠനായി. ജ്ഞാനബുദ്ധിയും പിന്നെയുണ്ടാകും. ജ്ഞാനം വന്നാലൂനമാം സ്വർഗനരകങ്ങൾ രണ്ടവനില്ല. മറ്റൊന്നും അവൻ പിന്നെ ആചരിക്കയുമില്ല. മുറ്റുമീ ലോകത്തിങ്കൽ വർത്തമാനങ്ങളായ ധർമ്മനിഷ്ഠനു ദുരിതാദികൾ ശാന്തമായി നിർമ്മല ശുദ്ധനായി വിശുദ്ധജ്ഞാനം തന്നെ ഉണ്ടാക്കിയിടുന്നു. മമ ഭക്തിയും യദൃച്ഛയാ കണ്ടിരിക്കവേ വന്നു സംഭവിക്കുന്നു. സ്വർഗവാസികൾ മമ ഭക്തിയും ജ്ഞാനത്തെയും സദ്ഗതിക്കായിട്ടിച്ച് അങ്ങനെ വസിക്കുന്നു. സദ്ഗതിക്കായിട്ടിച്ചിച്ചങ്ങനെ വസിക്കുന്നു. മറ്റുള്ള മൂഢന്മാരാം ലോകവാസികളെല്ലാം മറ്റുമോരോന്നാലോരോ ലോകങ്ങളിച്ഛിക്കുന്നു. ജ്ഞാനഭക്തികൾ കൊണ്ടു മാനവൻ സ്വർഗാദിയും തന്നുടെ ലോകം നരകത്തെയും കാക്ഷിപ്പീല. ദേഹാദിബന്ധാൽ ഭ്രാന്തചിത്തനായി അഹപരം ആഹന്ത നരകവും മാനവൻ പ്രാപിക്കുന്നു. മുമ്പിനാൽ വിദ്വാൻ തൻ്റെ ജനന മരണങ്ങൾ അമ്പോടു ശൂന്യമാവാൻ ഈ വണ്ണം ചൊല്ലുന്നു കേൾ. വിദ്വാനായിരിപ്പവൻ അപ്രമത്തനായിട്ടു വിദ്യാർത്ഥ സിദ്ധിതമായിരിക്കും ഈ ജ്ഞാനത്തെ. അറിഞ്ഞു മുമ്പേ ചൊന്ന മോഹപാശാദികളെ അറുതി വരുത്തിയിട്ടു യമിയായി ഭവിക്കുന്നു. വൃക്ഷാഗ്രേ കൂട്ടിൽ മുട്ട വച്ചിരിക്കുന്ന ഖഗം ഇക്ഷിതി തന്നിൽ ചിത്തവേ വധുഗാത്രത്തോടും സങ്കേതത്തിങ്കൽ നിന്നു ശാന്തനായി പുറപ്പെട്ടു ശങ്കയാ സാമർഥ്യത്തെ വിട്ടു സഞ്ചരിച്ചിട്ടു മെല്ലവേ അഹോരാത്രം കൂടതിൽ കിടക്കുമ്പോൾ മുക്തിസംഗേന ബുദ്ധ്യാ ഏറ്റം സഞ്ചരിക്കാതെ മുക്തനായി വിദ്വാൻ ബുദ്ധി ഇങ്ങനെ ശമിപ്പിക്ക. മാനുഷജന്മം ശ്രേഷ്ഠമായതു ലഭിച്ചവൻ താനിഹ സുദുർലഭാം ശുഭനരപ്ലവം ഗുരുവാം തുഴയുമായി അനുകൂലമായ ജ്ഞൻ തരണം ചെയ്കയില്ലി ജനനമായാർണവം. യാതൊരു നിവൃത്തനായിരിക്കുന്നൊരു യോഗി ചേതസി വിരക്തനായ അഭ്യാസാൽ ജിതേന്ദ്രിയനായവൻ നിശ്ചലനായി മടി കൂടാതെ മാർഗം ആയതോടിട ചേർന്നിട്ടാത്മാവിൻ വശം ചേരും. മാനസഗതി പുറം പോകാതെ നിർത്തിപ്പിന്ന പ്രാണനെ ജിതനായിട്ടിന്ദ്രിയം ജിതനായി സത്വഗുണസമ്പന്നമായൊരു ബുദ്ധി കൊണ്ടു സത്വമാനസമാത്മവശത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ പരമയോഗസ്ഥനായി മനസ്സിനെ സംഗ്രഹസ്മൃതനായി മാനസഗ്രഹണത്തെ ഇച്ഛിച്ചുതമം മേന്മേൽ പിന്നെയും വാഞ്ചിക്കുന്നു. സാംഖ്യഭാവനായി തൻ്റെ സർവഭാവങ്ങൾ കൊണ്ടും സകലത്തെയും പ്രതിലോമവും അനുലോമം അകമേ അവനനുധ്യായമൻ എന്നാമവന്മനം അകമേ അവനനുധ്യായ എന്നാമവൻ മനം സന്തുഷ്ടി ഭവിക്കുന്നു. നിവൃത്തനായിക്കൊണ്ടു സന്തതം വിചാരജ്ഞനായേറ്റം വിരക്തനായിരിക്കും പുരുഷന്റെ മനസ്സു കാഠിന്യത്തെ ധരിക്കയില്ല. ഘനം ത്യജിക്കും അസംശയം. നിയമാദികളായ യോഗമാർഗങ്ങൾ കൊണ്ടും വിമലാന്വീക്ഷിക്കാതി വിദ്യകൾ കൊണ്ടുമെൻ്റെ അർച്ചനോപാസനാദി എന്നിയേ ഭക്തിയോഗം നിശ്ചയും വരികയിൽ ഇന്ദ്രാദിസുരന്മാർക്കും. യോഗിയായവൻ പ്രമാദത്താലെ നിന്ദിതമാം ഭോഗാദികർമ്മം തന്നെ ചെയ്തതെന്നിരിക്കിലും യോഗത്തിൻ മഹിമ കൊണ്ടതിനെ ദഹിച്ചുപോം. യോഗജ്ഞാനത്തിൻ മീതെ പ്രയത്നം മറ്റു വേണ്ട. കർമ്മികളായവർക്കും ജാത്യാശുദ്ധർക്കും അവർ തന്നുടയ അധികാരത്തിനുടയവസ്ഥ പോൽ യാതൊരു നിഷ്ഠകളും സുഗുണമായി ചൊല്ലും. ഇതുകൊണ്ടല്ലോ നിയമങ്ങളുമുണ്ടായി വന്നു. ഗുണദോഷങ്ങളായ വിധികൾ രണ്ടുകൊണ്ടും ഗുണമാമെൻ്റെ കഥ തന്നിൽ ശ്രദ്ധാലുവായി വന്നിട്ടു സർവകർമ്മങ്ങളിലെ ശ്രദ്ധകളും നന്നായി നിവർത്തിച്ചു വേദദൃശ്യാത്മാവായി
ഭുജിക്കും കാമങ്ങളെ ഏറ്റവും ത്യജിച്ചിട്ടു സ്മരിച്ചു പിന്നെ പുനരെന്നെയും ഭജിക്കേണം. പ്രീതനായി ദയാലുവായി ദൃഢസൗഹൃദനായി ചേതസി ദുഃഖസമ്പർക്കങ്ങളാം കാമങ്ങളെ നിന്ദിതനായിട്ടെന്നാൽ ചൊല്ലപ്പെട്ടൊരു ഭക്തിയോഗത്താൽ ഭജിക്കുന്ന മുനിതൻ കാമങ്ങൾ പോം. ഹൃദയഗ്രന്ഥിയുള്ളോൻ സർവദാ എൻ്റെ ഹൃദി മുദിതസ്ഥിതനായി സകല ഹൃദ്ഗ്രന്ഥിയെ നശിപ്പിച്ചഖില സന്ദേഹങ്ങൾ ഛേദിക്കുന്നു. ദിശി സർവാത്മകനായിരിക്കുമെങ്കിൽ തന്നെ ദൃഢമായിരിക്കുന്ന വ്യാപാരത്തിങ്കലവൻ ഇഷ്ടകർമ്മങ്ങൾ സർവകർമ്മവും നശിക്കുന്നു. അതിനാൽ മദ്ഭക്തി സംയുക്തനാകുന്ന യോഗിക്കതിമുഖ്യമാം ജ്ഞാനവൈരാഗ്യാദികൾ വേണ്ട. മൽഭക്തി ഹേതുവായിട്ടേറ്റവും ശ്രേയസ്സുണ്ടാം ധരിക്ക സകല കർമ്മങ്ങളെ കൊണ്ടും പിന്നെ തപസ്സുകൊണ്ടും ജ്ഞാനവൈരാഗ്യയോഗം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും സർവകർമ്മങ്ങൾ കൊണ്ടും വരുന്ന ശ്രേയസ്സുകളൊക്കെയും വീണ്ടും വണ്ണം തിരഞ്ഞു വന്നുകൂടും എന്നുട ഭക്തിയോഗാൽ. എന്നുട ഭക്തൻ അതിനില്ല സംശയമേതും. എന്നിടം സ്വർഗമോക്ഷാർത്ഥിക്കുടൻ ലഭിക്കുന്നു. ധീരന്മാരായ സാധുജനങ്ങൾ മദ്ഭക്തരായി പരിചിലേകാന്തസ്ഥരായി എന്നെ വാഞ്ചിക്കുന്നു. എന്നാലേ പുനർജന്മമില്ലാതെ നിരപേക്ഷാനന്ദമായി പരമായിട്ടിരിക്കും മോക്ഷത്തെയും ഞാൻ തന്നെ കൊടുക്കുന്നതെന്നതു ഹേതുവായി ചിന്തയിൽ ആശാവിരഹിതയാകുന്ന ഭക്തി നിരപേക്ഷകനാകും അവനു ഭവിക്കുന്നു. ഏകാന്ത ഭക്തരായി സാധുവായി സമചിത്തരാകുന്നോർക്കെല്ലാം വീണ്ടും ഗുണങ്ങൾ വന്നുകൂടും. ഇത്തരമെന്നാൽ ചൊല്ലപ്പെട്ടതു ചെയ്യുമ്പോർക്കു ചിത്തായി പരമായി ബ്രഹ്മമായിരിക്കുമൻ സ്ഥാനത്തെ ഗമിച്ചിടാം. കേട്ടാലും വഴി പോലെ മാനസവികൽപ്പങ്ങൾ ദൂരപ്പോയി നശിച്ചിടും. ഭക്തിപ്രജ്ഞാനക്രിയാത്മകങ്ങളായിരിക്കും ഇതുകൾ മമ ബ്രഹ്മസ്ഥാനമാർഗങ്ങളല്ലോ. ദുഷ്ടനിഗ്രഹശിഷ്ടപാലനോപായത്താലേ വിഷ്ടഭജനം സന്മാർഗത്തിങ്കൽ രമിപ്പാനും. ഓരോരോ ജനത്തിൻ്റെ അധികാരങ്ങൾ നോക്കി നേരായി യാതൊന്നിൻ്റെ നിഷ്ഠകൾ പലതരം സഗുണമായും വിധി പറയും. അതുകൊണ്ടു സഗുണം നിർഗുണവും ഒന്നായിട്ടറിയണം. വിദഗ്ധമല്ല രണ്ടുമൊന്നെന്നു വന്നുകൂടി ദ്വൈതമായറിഞ്ഞു രണ്ടെങ്കിലും വിപരീതം ചേതസി ഭവിച്ചിടിൽ ശൂന്യമായി വരും നൂനം. ശത്രുവെ ജയിപ്പാനും ക്ഷുദ്രകർമാദികൾക്കും എത്ര താൻ ഗുണമെന്നതാകിലോ ഗുണത്തിങ്കൽ നിന്നീടും നിർഗുണത്തിൽ നിന്നു തൻ കർമ്മത്തിലും നിന്നീടും ദോഷമേതും വരുമെന്നറിഞ്ഞാലും സഗുണത്തോടു വിപരീതമായിരുന്നാലും നിർഗുണ സഗുണങ്ങൾ രണ്ടിലും ഇരുന്നിട്ടു വർഗമായി വന്നുകൂടും ദോഷമെന്നതു നൂനം. സഗുണമായിട്ടുള്ള സമസ്ത പ്രപഞ്ചവും ജഗതി വാഴേണ്ടുകിൽ സഗുണം ഭജിക്കേണം. ജഗത്തു ഗുണമായ സംസാര ബന്ധ ദുഃഖം ജഗതി നിന്നു മോക്ഷം വേണമെന്നാകിലവൻ നിർഗുണാത്മകം സേവിച്ചവൻ്റെ സഗുണമാം വിഗ്രഹാദികൾ സർവം ബ്രഹ്മണി സമർപ്പിച്ചു. നിത്യമല്ലാതെ മിഥ്യാമായ തൻ ഗുണം മൂന്നും നിത്യാത്മാവെന്നു കണ്ടു നിർഗുണശബ്ദം വിട്ടാൽ സത്താസത്തുകൾ ഭേദം ദ്വൈതാദ്വൈതങ്ങൾ പോയി മുക്തനായി നാലാം പാദം പ്രാപിച്ചു കൊള്ളും തന്നെ. വ്യക്തമാം മായാഗുണം പൊക്കു മൽഭക്തനതു വ്യക്തമായി തിരഞ്ഞറിഞ്ഞൻ മായാഗുണത്തിനെ. തങ്കലെ അടക്കി കണ്ടിട്ടു വിശ്വവുമെല്ലാം കണ്ട ഭിന്നമായി ഗുണം നിർഗുണം തന്നിൽ ചേർത്തു. രണ്ടുമൊന്നെന്നുമില്ലാതിരിക്കും മദ്ഭക്തനു രണ്ടായി ചൊല്ലും ഗുണമൊന്നിലും വിരോധവും ഉണ്ടാകയില്ല. രണ്ടുണ്ടെന്നാകിലതും വേറായുണ്ടാകയില്ല. മമ ഭക്തനും ഞാനും ബ്രഹ്മം.
നിർഗുണോപാസകത്വം വശമല്ലെന്നാകിലും സഗുണാത്മകനാകുമെന്നെ സ്വർഗാദികാമ്യം. ഇവ കൂടാതെ ഭക്തി സിദ്ധ്യർത്ഥം ഭക്തിജ്ഞാന വഴിയും പാർത്തു സേവിപ്പവനുമെൻ്റെ ഗുണവർജിത വർണ്ണനത്തെ മോക്ഷബന്ധങ്ങൾ ഭേദസജ്ജനായി മദ്ഭക്തിയിൽ പരിചൽപ്പിച്ചു കൊള്ളും. വിവിധ വേദാന്ത സാരാർത്ഥവാക്യങ്ങൾ കേട്ടിട്ടവനും നിർഗുണാത്മാവിങ്കൽ വൈരവുമില്ല. ഗുണകാമികളായിട്ടെന്നെ സേവിപ്പവർക്കും ഗുണവർജിത വാക്യരസമല്ലെന്നാകിലോ. നിർഗുണോപാസനയാൽ സഗുണമായവനും സ്വർഗാദി സർവകാമ്യഫലവും വേണമെങ്കിൽ ആയതു വരുമെന്നു ചൊല്ലുന്നു വേദമതും. ആയതു കൊണ്ടുമോർത്താൻ നിർഗുണ സഗുണത്തിനേതുമേ വിരോധത്തിനവകാശവുമില്ല. ആയതുകൊണ്ടു സഗുണോപാസം നിർഗുണവും മായയാ സേവിക്കാതെ രണ്ടിനും വിരുദ്ധനായാൽ അവനൊരു ഗതിയില്ല. കാമവും വര കായയും നന്നായി വര കായവും നന്നായി വര ജന്മവും നന്നായി വര ദേഹാഭിമാനം പോക ഹീനജന്മവും വര. തന്നുടയ അഭിമാനം പോകണമെന്നാകിലോ ദേഹാഭിമാനം പോകാൻ ആകുന്നിതുപാസന. പിന്നെയൊന്നിനെ മേലെ സാക്ഷിയായി സേവിക്കണമെന്നാൽ ജന്മവും മേന്മേലറച്ചൻ അന്യമില്ല. തന്നോടു ചേർത്തു സംസാരമുടൻ തീരും നൂനം. സഗുണസേവ്യൻ സഗുണാത്മകനുടൻ ജന്മ സ്വാഗത ഗുണധർമ്മമിവയും അറിയേണം. പാദാദികേശാന്തവും കേശാദിപാദാന്തവും ആദരാൽ അനുലോമ പ്രതിലോമവുമായി അറിഞ്ഞു ഗുണമൂർത്തി തന്നുട ഗുണത്തിൻ്റെ വിരഹമതും നന്നായോർത്തു സേവിക്ക വേണം. നിർഗുണോപാസകനും നിർഗുണത്തിങ്കൽ നിന്നു വിഗത ഗുണജാതമധ്യാരോപാധിമാർഗ വിവരമറിഞ്ഞധ്യാരോപത്തിനടക്കമാം അപവാദത്തെ കാര്യകാരണമായടക്കി നിർഗുണത്തിങ്കൽ ചേർത്തു പ്രതിലോമാനുലോമം ജഗത്താദിയെ ചിന്തിച്ചഴിച്ചു സേവിക്കണം. സഗുണമാകുന്നതുമായാനുകൂലമൊന്നു മതു നിരോപിച്ചാൽ ബ്രഹ്മം നിർഗുണമൊന്നേയുള്ളൂ. സഗുണമാകുന്നതുമായാനുകൂലമെന്നു മതു യോജിച്ചാൽ ബ്രഹ്മം നിർഗുണം ഒന്നേയുള്ളൂ. വേദം ചൊല്ലുന്നതോർത്താൽ സഗുണം ബ്രഹ്മാവല്ലോ. ബ്രഹ്മലക്ഷണം സഗുണത്തിനു കൽപ്പിക്കുമ്പോൾ നിർമ്മല സഗുണവും നിർഗുണമെന്നേ വരൂ. ആയതുകൊണ്ടു സഗുണോപാസം നിർഗുണവും ജ്ഞേയമായി രണ്ടും ജ്ഞാനിഭക്തനു ഭേദമില്ല. സഗുണോപാസനയും നല്ലതെന്നതേ വേണ്ടു. സഗുണം സാരൂപ്യമാം ജ്ഞാനത്താലതു കണ്ടാൽ നിർഗുണം ബ്രഹ്മയോഗമതു സായുജ്യം മുക്തി. സഗുണ നിർഗുണങ്ങൾ രണ്ടും കൽപ്പിച്ചു സേവിപ്പവനുമെന്നെ തന്നെ ജ്ഞാനമായി കണ്ടാലപ്പോൾ സമസ്തമായാമയ അവനുമെങ്കൽ ചേർന്നു സമസ്ത ജ്ഞാനഭക്തി കർമ്മസാഫല്യം വരും. അധികാരികൾ ഭേദം കൊണ്ടു ദ്വേഷവും ഗുണം വിധിക്കുന്നിതു രണ്ടായി വേദങ്ങളിത്തമതിൽ. ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷം ശുഭം ശുദ്ധമല്ലാതോരശുഭമതു ആചാരവും ഭേദമായി വിധിച്ചതിൻ സാരം ചൊല്ലുവൻ കേൾക്ക. വേദിച്ചീടിതു ദ്വൈതസന്ദേഹം തീരും ഹൃതി. എത്രയും സമാനമായിരിക്കും വസ്തുക്കളിൽ ശുദ്ധിയെന്നതുകൊണ്ടിട്ട ശുദ്ധി വിധിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരയേ